സഹോദരന്മാരെ, നമ്മുടെ പ്രോഗ്രാം വളരെ സമയബന്ധിതമായി നടക്കേണ്ടതുണ്ട്. അടുത്തതായി ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. വിഷയാവതരണം നടത്തുന്നത് ബഹുമാന്യനായ ഖത്തർ കേരള ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡന്റ് KT ഫൈസൽ സലഫിയാണ്. അദ്ദേഹത്തിന് ശേഷം മഗ്‌രിബിൻ്റെ മുമ്പ് തന്നെ 1-2 ആളുകളുടെ പ്രഭാഷണങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. എല്ലാവരും സമയം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയണം. ആ രൂപത്തിൽ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. വിഷയാവതരിപ്പിച്ച് സംസാരിക്കാൻ KT ഫൈസൽ സലഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാന്യരായ സ്റ്റേജിൽ ഉപവിഷ്ടരായ സംഘടനാ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മറ്റു സഹോദരന്മാരെ, സഹോദരികളെ, മതപ്രബോധനം തീവ്രവാദമോ? സത്യത്തിൽ മുസ്ലിങ്ങളെല്ലാവരും ഒരു വല്ലാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. ജനങ്ങൾ ആകെ ഒരു വല്ലാത്ത അങ്കലാപ്പിലുമാണ്. തീവ്രവാദത്തിൻ്റെ തിരുനാളങ്ങൾ എവിടെയും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും മുഴുവനും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയും മുവഹിദുകളായ ആളുകൾക്കെതിരെയുമുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ ആരോപണങ്ങൾ ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. തീവ്രവാദത്തിന് യഥാർത്ഥത്തിൽ മനുഷ്യോൽപത്തി തന്നെ, അത്ര തന്നെ പഴക്കം തീവ്രവാദത്തിനുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീവ്രവാദത്തിന് യഥാർത്ഥത്തിൽ ദേശമില്ല, ഭാഷയില്ല, മതമില്ല. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ 2 മക്കൾ ഹാബീൽ ഹാബീലിനെ കൊന്ന ചരിത്രം അറിയാം. കഥയിലേക്ക് പോകുന്നില്ല. അവിടം തുടങ്ങുന്ന യഥാർത്ഥത്തിൽ കൊലവിളിയുടെ ഉദ്ഘാടനം. മരിച്ചതിന് ശേഷം എങ്ങനെ കുഴിച്ചു മൂടാം എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ നടന്ന കൊലപാതകമായിരുന്നത്. പിന്നീട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആദർശ വ്യതിരക്തതകൾ, വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ അനൈക്യങ്ങളും ഛിദ്രതകളും ലോകത്ത് വർദ്ധിച്ചു എന്നത് ചരിത്രം നൽകുന്ന ചില പാഠങ്ങളാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം വന്നപ്പോഴേക്കും വദ്ദിനെയും യഊസിനെയും യഊക്കിനെയും നിസ്റിനെയും ഒക്കെ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമുദായം വളർന്നു വന്നു. മനുഷ്യന്മാർക്കിടയിൽ ആദ്യത്തെ ഛിദ്രതയും വ്യതിയാനവും അവിടെ കടന്നു വരികയാണ്. റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ അംഗങ്ങൾ പിന്നീട് റബ്ബിനെതിരിൽ തിരിയുകയും ആ നിലക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം പിന്നീട് നമുക്കത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. ലോകത്ത് 1,24,000-ൽ പരം പ്രവാചകന്മാർ പ്രബോധന പ്രവർത്തനവുമായി ലോകത്ത് വന്നപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും മുക്തരാകേണ്ടി വന്നിട്ടുണ്ട് എന്നത് നമുക്ക് ചരിത്രം വായിക്കുന്ന നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് നിലക്കുള്ള പീഡനങ്ങൾ, അറുകൊല നടത്തിയിട്ടുണ്ട് ചില പ്രവാചകന്മാരെ, നശിപ്പിച്ചിട്ടുണ്ട് ചില പ്രവാചകന്മാരെ. അവരാരുടെയും ശൈലി മോശം കൊണ്ടായിരുന്നില്ലല്ലോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. അവർ നടത്തിയ ആദർശത്തിൻ്റെ പോരായ്മയായിരുന്നില്ലല്ലോ അവരാരും ഈ നിലക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്നത് കൂടെ നമ്മൾ വായിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ശത്രുതയും ഈ പീഡനവുമെല്ലാം പ്രവാചകന്മാരിലൂടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓരോ പ്രവാചകന്മാരിലെയും എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. തീക്കുണ്ടാരത്തിലെറിഞ്ഞത് എന്തിൻ്റെ പേരിലായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആദർശത്തിൻ്റെ പോരായ്മയായിരുന്നു. പറഞ്ഞ ശൈലി മോശം കൊണ്ടായിരുന്നു? അതല്ലെങ്കിൽ ജനങ്ങളോട് അത് പ്രഖ്യാപിച്ചതിൻ്റെ സമയത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരുന്നു? ആയിരുന്നില്ലല്ലോ. ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവാചകന്മാർ മുഴുവനും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്, യാതനകൾ സഹിക്കേണ്ടി വന്നത്, കൃത്യമായ ആദർശം എവിടെ പറഞ്ഞോ അവിടെയൊക്കെ ചിലവർ പക്ഷേ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവൽ സ്വാഭാവികമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ എക്കാലത്ത് പറഞ്ഞപ്പോഴും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങൾ മുവഹിദുകൾക്ക്
അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിങ്ങനെ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. രഹസ്യ പ്രബോധന ഘട്ടത്തിൽ നിന്ന എന്തെല്ലാം പീഡനങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത സംഭവങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ ചില സൂചനകളായി ചരിത്രം അറിയാവുന്നവരായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ഷഅബ് അബീ ത്വാലിബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 47 വയസ്സായപ്പോൾ ഷഅബ് അബീ ത്വാലിബിലെ 3 വർഷത്തെ ജീവിതം പച്ചില തിന്നുകൊണ്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു കാഷ്ടിച്ചിരുന്നത് എന്ന് പോലും വായിക്കാൻ നമുക്ക് സാധിക്കും. എത്രമാത്രം അവസാനം ചെറിയ പിഞ്ചോമന മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് ശത്രുക്കൾ പോലും, തവാഫിന് വന്നിരുന്ന ആളുകൾ പോലും പറഞ്ഞുപോയി ആ ആളുകളെ ഒന്ന് മോചിപ്പിച്ചുകൂടെ എന്ന്. ഇത്രമാത്രം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്തിൻ്റെ പേരിലായിരുന്നു? കൃത്യമായ ആദർശം അത് വളച്ചുകെട്ടില്ലാതെ വക്രതയില്ലാതെ ഋജുവായി നേർക്കുനേരെ മനുഷ്യ മനസ്സുകളോട് ശബ്ദിച്ചു എന്ന ഒരൊറ്റ കാരണം. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജബൽ അബീ ഖുബൈസിൽ തൻ്റെ കുടുംബങ്ങൾ മുഴുവനും വിളിച്ചുകൂട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാവും നമുക്ക്. ഈ മലക്കപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി സർവ്വസന്നാഹിതരായ ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കറിയാം, അമീനാണ് നീ, ഇബ്നു അമീനാണ് നീ, വിശ്വസ്തനായ ഒരുത്തൻ്റെ മകനാണ് നീ, എങ്ങനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കും എന്ന് പറഞ്ഞ അതേ നാവുകൾ കൊണ്ട് തബ്ബല്ലക് അൽഹാദ ജമഅതന എന്ന് ചോദിച്ച ആളുകളെ നമുക്കറിയാം. പ്രവാചക അവഹേളനയുടെ ഉദ്ഘാടനമായിരുന്നു അത്, ഇല്ലേ? എന്തിൻ്റെ ആയിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ വളച്ചുകെട്ടില്ലാതെ വക്രതയില്ലാതെ പറഞ്ഞതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡനങ്ങൾക്ക് വിധേയനായില്ലേ? സഹാബത്ത് ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായില്ലേ? അമ്മാറിൻ്റെയും യാസിറിൻ്റെയും സുമയ്യയുടെയും ഹുബൈബിൻ്റെയും ഹബ്ബാബിൻ്റെയും ചരിത്രങ്ങൾ അയവിറക്കേണ്ടതില്ലല്ലോ ഈ സമയത്ത്. എത്രയെത്ര പീഡന ചരിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. ആദർശം കൃത്യമായി പറഞ്ഞ സന്ദർഭത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആദർശ പ്രചരണ പ്രവർത്തനങ്ങൾ ലോകത്ത് വളരെ ശക്തമായി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ നശിപ്പിക്കുവാനും തടയിടുവാനും അവർക്കെതിരിൽ വാളോങ്ങുവാനുമുള്ള ആക്രമണ സ്വഭാവമുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. തീവ്രവാദങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തുന്നു. മുസ്ലിം നാമധാരികളായി രംഗത്ത് വരികയും ഈ ആളുകളൊക്കെ മുസ്ലിങ്ങളായിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തീവ്രവാദത്തിൻ്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്ന ഏതെല്ലാം മുസ്ലിം നാമധാരികളുണ്ടോ എത്രമാത്രമെന്ന് ചോദിച്ചാൽ, പേരിടുമ്പോൾ പോലും മുസ്ലിങ്ങളുടെ പേരിടുകയും തീവ്രവാദത്തിൻ്റെ സകലവും പഠിച്ച് പുറത്തിറങ്ങുകയും മുസ്ലിങ്ങൾക്കെതിരെ സകല കടന്നാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ അത് ചാർത്തുകയും ചെയ്യുന്നത് ഇന്ന് ലോകത്ത് അനവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതല്ലേ നടക്കുന്നത്? അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം അത് ആരുടെ മേൽ ചാർത്തുന്നു? സലഫികളാണത്രേ തീവ്രവാദികൾ. സലഫികൾ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാതെ പ്രഖ്യാപിക്കാൻ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വഹാബികളാണ് തീവ്രവാദികൾ. വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ തീവ്രവാദികളാണ് എന്ന് ജനങ്ങളോട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊണ്ട് അത് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇല്ലേ? ഈ കാലം അത്രയും പറയാൻ മടിച്ചിരുന്ന ചില കേരളത്തിലെ ചില ആളുകൾ പോലും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ചില ഡൽഹിയിലെ ചില സമ്മേളനം കഴിഞ്ഞപ്പോഴേക്കും പരസ്യമായി പറയാൻ അവർ മടി കാണിച്ചില്ല, ഇല്ലേ? എടരിക്കോട് നടന്നില്ലേ? മലപ്പുറത്ത് നടന്നില്ലേ? കോഴിക്കോട് നടന്നില്ലേ? എന്തേ? വഹാബികൾ തീവ്രവാദികളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടന്നു പരസ്യമായി. എന്താണ് ഇത്തരം ആളുകളുടെയൊക്കെ മുഖമുദ്ര? എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? നേരത്തെ ഇത്തരം വിഷയങ്ങളൊക്കെ കരുതിക്കൂട്ടി ഉണ്ടാക്കി വെച്ച് കിട്ടിയ ചാൻസ് വന്നപ്പോൾ അടിക്കാൻ കാത്തിരിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഒരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു വഹാബികൾ നേരെ കുതിര കയറാൻ.
സലഫികളുടെ നേരെ കുതിര കയറാൻ കാത്തിരിക്കുകയായിരുന്നു. ഇല്ലേ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ സലഫികളുടെ നേരെയുള്ള കടന്നാക്രമണം. ആരാണ് കൂട്ടരെ സലഫികൾ? ആരാണ് വഹാബികൾ? അറിയേണ്ടതല്ല നമ്മൾ. ആരാണ് സലഫികൾ? ആരാണ് സലഫികൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം മുതൽ അവസാനത്തെ താബിഈ മരിക്കുന്ന ഹിജ്റ 224 വരെ ജീവിച്ച മഹാരാജന്മാരായ സലഫുകൾ, ആ ആളുകളാണല്ലോ സലഫുകൾ. സലഫ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ? സച്ചരിതരായ ആളുകൾ, പൂർവസൂരികൾ. ഇതാണല്ലോ സലഫ്. ആ ആളുകളെ കൃത്യമായി ആ ആശയത്തെ അനുധാവനം ചെയ്ത, കൊണ്ട് ജീവിക്കുകയും അത് പകരുകയും പകർന്നു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളെയാണല്ലോ സലഫികൾ എന്ന് പറയുന്നത്. എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു തുരുമ്പ് കഷ്ടമെങ്കിലും തീവ്രവാദത്തിൻ്റെ പ്രയോഗങ്ങൾ കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കർമ്മത്തെ എടുത്ത് നമുക്ക് ജനങ്ങളെ തെളിയിക്കാൻ കഴിയുമോ? തീവ്രവാദത്തിൻ്റെ ഏതെങ്കിലും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കതിനെ തെളിയിക്കാൻ കഴിയുമോ? ഇത് വാദിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്നത് വളരെ കൃത്യമാണ്. പിന്നീട് കടന്നു കയറുന്നത് വഹാബികളുടെ നേരെയാണ്. യഥാർത്ഥത്തിൽ വഹാബികളുടെ നേരെയുള്ള ആ കടന്നാക്രമണത്തിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. ആ ചരിത്രത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് കാണാം ഹിജ്റ 224 ശേഷം പിന്നീട് AD ഏകദേശം 13-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിക ദഅവത്ത് വളരെ ശക്തമായി നടക്കുകയുണ്ടായി. ജിബ്രാൾട്ടർ തീരം മുതൽ ഫ്രാൻസ് വരെയും സിന്ധ് മുതൽ ബഗ്ദാദ് വരെയും പ്രവിശാലമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യം ലോകത്ത് ഉടലെടുത്തു. അങ്ങനെ ഇസ്ലാമിൻ്റെ വളർച്ച വളരെ പ്രചാരം നേടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം. ഇത് യഥാർത്ഥത്തിൽ പിന്നീട് പാശ്ചാത്യരായ ആളുകൾക്ക് ഇതിനെ നശിപ്പിക്കുവാനുള്ള കിണഞ്ഞ ശ്രമമാണ് പിന്നീട് നടക്കുന്നത്. നശിക്കണമെന്ന് നശിച്ച് കാണാനുള്ള ഒരു വല്ലാത്ത ബുദ്ധിയായിരുന്നു, വല്ലാത്ത ചിന്തയായിരുന്നു പാശ്ചാത്യർക്ക് എന്ന് നമുക്ക് കാണാൻ കഴിയും. 13-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യർ ഇസ്ലാമിനെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ശക്തമായും ആസൂത്രിതമായും നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങളായി. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, മുസ്ലിങ്ങൾ പോലും ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ പോലും എത്രമാത്രം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. ആലോചിച്ച് നോക്കിയേ. ഇന്നും 1908 രചിച്ച മുൻജിദ്, നമുക്കറിയാം ലൂയിസ് മാലൂഫ് എന്ന ഒരു ക്രിസ്ത്യാനി എഴുതിയതാണ് യഥാർത്ഥത്തിൽ മുൻജിദ് എന്ന ഡിക്ഷണറി, അറബി ഡിക്ഷണറി. ഇന്നും ഒരു നൂറ്റാണ്ടിലേറെ ആ പുസ്തകം പള്ളി ദർസുകളിൽ പോലും ഹദീസിൻ്റെയും ആയത്തിൻ്റെയും വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് ആരുടെ ഗ്രന്ഥമാ? ഒരു ക്രിസ്ത്യാനി എഴുതിയ ഒരു കിതാബായിരുന്നു എന്നത് മനസ്സിലാക്കാൻ നമുക്കധികം ബുദ്ധി വേണ്ടതില്ല. ആലോചിച്ച് നോക്കിയേ. ഈ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ, ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചില പഠനങ്ങൾ നടന്നു എന്നതാണ്. എത്രമാത്രം ആയത്തുകളെ അവർ ശരിക്കും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്രമാത്രം ശക്തമായി വളരാനുള്ള കാരണം? ഏത് ആദർശമാണ് അവരുടെ കയ്യിലുള്ളത്? ആരാണ് ഇവരെ ഈ രീതിയിൽ നയിക്കുന്നത്? എന്ത് ശക്തിയാണ് ഇവരുടെ പിന്നിലുള്ളത് എന്ന് അവർ ശരിക്കും പഠിക്കുവാൻ പഠനവിധേയമാക്കി എന്നതാണ്. അതിൽ ചില ആയത്തുകളും ഹദീസുകളും 1-2 ഉദാഹരണത്തിന് നമുക്ക് വേണ്ടി പറയാം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അൻതുമുൽ അലൗന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഉന്നതരാണ്. അപ്പോൾ ഔന്നിത്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാവണം എന്നവർ മനസ്സിലാക്കി. ശരി, എന്താണ് ഈമാൻ എന്നവർ പഠിച്ചു. ഈമാൻ ചോർത്തയാൽ അവരുടെ ഔന്നിത്യം താഴേക്ക് വരും എന്നും അവർ മനസ്സിലാക്കി. ഈമാൻ ചോർത്താനുള്ള ശ്രമങ്ങൾ അവർ മനസ്സിലാക്കുകയും അതിനുള്ള പണിയെടുക്കുകയും അവർ ചെയ്തു എന്നതാണ്, ആസൂത്രിതമായി നടത്തിയെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വ്യഭിചാരി മുഅ്മിനായിക്കൊണ്ട് വ്യഭിചാരം നിർവഹിക്കുകയില്ല എന്ന് പറഞ്ഞ ആ വാക്കുകൾ നമുക്കറിയാം. ലാ യസ്നി അസ്സാനി ഹീന യസ്നി ഫഹു മുഅ്മിൻ. അതേപോലെ തന്നെ ലാ യശ്റബു ശാരിബു ഹീന യശ്റബു ഫഹു മുഅ്മിൻ. ഒരു വിശ്വാസിയായിരിക്കെ ഒരു കള്ളുകുടിയനും ഒരിക്കലും കള്ളു കുടിക്കുകയില്ല എന്നും അവർ മനസ്സിലാക്കി. അപ്പോൾ വിശ്വാസിയായിരിക്കെ കള്ളു കുടിക്കുകയില്ലെങ്കിൽ, വിശ്വാസിയായാൽ കള്ളു കുടിക്കുകയില്ലെങ്കിൽ ആ വിശ്വാസത്തെ എങ്ങനെ ചോർത്താം?
പഠിച്ചു അവര്. ആ നിലക്ക് കള്ളും പെണ്ണും ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും സുലഭമായി കിട്ടുന്ന ഒരു രീതിയിലാണ് ഇന്ന് കാലങ്ങൾ പോകുന്നത്. ആലോചിച്ച് നോക്കിയേ, എത്ര അറിയപ്പെടുന്ന ആളുകളിൽ പോലും ഈ നിലക്ക് മനുഷ്യത്വം നശിപ്പിച്ചു കൊണ്ടുന്ന ഈ രീതിയിലുള്ള പ്രവണതകൾ പാശ്ചാത്യരുടെ കുൽസിതമായ ശ്രമത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അറിയുന്നില്ല നമ്മൾ ആരുടെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നത്. അതേപോലെ തന്നെ പഠന വിഷയമാക്കിയ വേറെയും ചില ഹദീസുകൾ കാണാം. അതിനൊരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിലെ ജനങ്ങളുടെ സ്ഥിതി പറയുന്ന ഒരു വിഭാഗം കാണാൻ പറ്റും. എന്താണ്? യൂഷിക്കു അൻ തദാ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫുകിൻ കമാ തദാ അലൈക്കുമുൽ അകലതു അലാ കസ്അതിഹാ. തീറ്റഗതിയന്മാര് ഭക്ഷണത്തളികയിലേക്ക് ചാടി വീഴുന്നത് പോലെ ഈ സമുദായത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആക്രമിക്കുവാനുള്ള ഒരു സന്ദർഭം വരാനുണ്ട് എന്നത്. എന്നിട്ട് പറഞ്ഞു, സഹാബത്ത് ചോദിച്ചു, കുൽനാമിൻ കില്ലത്തി ബിനാ യൗമഇദിൻ, അന്ന് നമ്മൾ കുറവായിരിക്കുമോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി എന്തായിരുന്നു? ലാ അൻതും യൗമഇദിൻ കസീറുൻ, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകളുണ്ടാകും, ആധിക്യമായിരിക്കും ജനങ്ങളുടെ, ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ആളുകൾ ഒരുപാടുണ്ടാകും. പക്ഷേ വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലെ ചണ്ടി പോലെ, ചവറ് പോലെ, നുര പോലെ ആയിരിക്കും നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യൻസഉല്ലാഹുൽ മഹാബത മിൻ ഖുലൂബി അദുവിക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് ഒരു പേടി അള്ളാഹു നീക്കിക്കളയും. ശത്രുക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിങ്ങളെ കുറിച്ചോ ഒരു പേടി ഉണ്ടാവില്ല, ആ ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അടിവരയിട്ടവർ മനസ്സിലാക്കിയതിനെ. എന്നിട്ടോ വയജഅലു ഫീ ഖുലൂബികും അൽ വഹൻ, അവരുടെ നിങ്ങളുടെ മനസ്സുകളിൽ അള്ളാഹു വഹൻ ഉണ്ടാക്കി കൊടുക്കും. എന്താണ് വഹൻ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. എന്താണ്? അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദുനിയാവിനോടുള്ള ഭ്രമം, ഇല്ലേ? ഇത് അവർ മനസ്സിലാക്കി. ദുനിയാവിനോടുള്ള ഭ്രമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ഈമാനും ചോരും, അവരുടെ ഇസ്ലാമും ചോരും, സർവവും ചോരും. എന്താണോ ഇവിടെ നടപ്പിലാക്കേണ്ടത് അത് മുഴുവനും ഇവിടെ നടപ്പിലാക്കാൻ വളരെ ഭംഗിയായി സാധിക്കുമെന്നവർ പഠിക്കുകയും അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജൂദായിസം പാശ്ചാത്യരുടെ, അല്ലേ? ഇത്രമാത്രം എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്നതാണ്, അല്ലേ? എന്നിട്ട് അവസാനം പറഞ്ഞു, എന്ത്? ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതുമൂഹു, അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾ പ്രവേശിക്കും. ഉടുമ്പിന്റെ മാളം നാറിയിട്ട് കയറാൻ കഴിയില്ല, എന്നാലോ വളരെ കൺജസ്റ്റഡ് ആയിട്ട് കയറാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമായിരിക്കും എന്നാണ്. അവിടെ പോലും നിങ്ങൾ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. പാശ്ചാത്യരെ പിൻപെടുന്നത് വല്ല കുറവുണ്ടോ? ഉണ്ടോ കൂട്ടരെ? വസ്ത്രങ്ങൾ, ഞാൻ പറയുന്നില്ല, അതിലേക്ക് പോകുന്നില്ല സമയത്തിൻ്റെ കുറവ് കൊണ്ട്. അങ്ങനെ ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള എല്ലാ നിലക്കുമുള്ള നീക്കങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. പിന്നീട് ഏകദേശം 15-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ടിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് യഥാർത്ഥത്തിൽ കീഴ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? ഇതല്ലേ കൂട്ടരെ ശരിക്കും നടന്നത്? ചരിത്രമറിയുന്ന, വസ്തുക്കൾ അറിയുന്ന ആൾക്കാർക്ക് കൃത്യമായി അത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ നിലക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. ഇനി ആലോചിക്കാൻ നമുക്ക് ഈ നിലക്കുള്ള തീവ്രവാദ രംഗ പ്രവേശനം നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വഹാബികൾക്കെതിരാണെങ്കിൽ സത്യത്തിൽ വഹാബികൾ ആരാണ് എന്നത് വളരെ ചുരുക്കി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ആരാണ് വഹാബികൾ? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വഹാബുണ്ട് എന്നാണ് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തറിയപ്പെടുന്ന, മോശമായി ചിത്രീകരിക്കുന്നത് മുഴുവനും അബ്ദുൽ വഹാബ് ബിൻ റുസ്തും എന്ന വൃത്തികെട്ട, നെറികെട്ട ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അബ്ദുൽ വഹാബ് ബിൻ റുസ്തും? അബ്ദുൽ വഹാബ് ബിൻ റുസ്തും ഹിജ്റ 197 മൊറോക്കോയിൽ ജനിച്ച താനി വൃത്തികെട്ട, നെറികെട്ട ഒരു മനുഷ്യൻ, മുബ്തദിയായ മനുഷ്യൻ, ഖവാരിജിയായ മനുഷ്യൻ, ഇബ്ബാദിയായ ഒരു മനുഷ്യൻ. ചരിത്രം അദ്ദേഹത്തെ വിശദീകരിക്കുന്ന ഈ നിലക്കുള്ള ചില സിഫത്തുകളാണ്. വൻ പാപം ചെയ്താൽ നരകത്തിൽ നിത്യവാസിയായിരിക്കും എന്ന വിശ്വാസമുള്ള, സർവ്വ ആളുകളെയും കാഫിറാക്കി പോകുന്ന, മുശിരിക്കാക്കുന്ന തരത്തിലുള്ള
സർവ്വ ആളുകളെയും ഈ നിലക്ക് വിശ്വാസം ഉൾക്കൊള്ളുന്ന, പ്രചരിപ്പിക്കുന്ന, സാനി നശിച്ച ഒരു വൃത്തികെട്ട മനുഷ്യനാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ വഹാബ് ബിൻ റുസ്തും എന്ന് പറയുന്ന ഹിജ്റ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യൻ. അലി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് ഇഷ്ടമില്ല, അവർക്കിഷ്ടമില്ല. മുആവിയയെ അവർക്കിഷ്ടമില്ല. അവർക്കിഷ്ടം ഖവാരിജികളെയാണ്. അവർക്കിഷ്ടം ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള കുറേ ആളുകളെയാണ്, ഖവാരിജികളെയാണ്. നമുക്കിന്ന് കാണാം ഒമാനിലും അതേപോലെ തന്നെ അൾജീരിയയിലും മൊറോക്കോയിലും ജോർദാനിലും ഒക്കെ ഈ രീതിയിൽ വിശ്വാസം ഉൾക്കൊള്ളുന്ന കുറേ ആളുകൾ, ഈ അബ്ദുൽ വഹാബ് ബിൻ റുസ്തുമിൻ്റെ ആളുകൾ, ആ നിലക്ക് പറയുന്ന വഹാബികൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിൻ്റെ നസ് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. പണ്ഡിതന്മാരെന്ത് പറഞ്ഞോ അത് അതുപോലെ വായ്തോടായ വിഴുങ്ങുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾക്കൊക്കെ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കൊള്ളയും കൊലയും നിത്യവൃത്തിയാക്കിയ ഒരു ജനവിഭാഗം. ഇദ്ദേഹത്തെക്കുറിച്ച്, ഇതേപോലെയുള്ള ആളുകളെക്കുറിച്ച് ഷേഖ് സ്വാലിഹ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബൂദ് മദീന യൂണിവേഴ്സിറ്റിയിലെ ജാമിയ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ എഴുതിയ ചില വാക്കുകൾ വേഗത്തിൽ നമുക്ക് പറയാൻ പറ്റും. ആരാണ് ഈ അബ്ദുൽ വഹാബ് ബിൻ റുസ്തും? അൽ വഹാബിയ ലഖബു ഫിർഖത്തിൻ ഇൻതശറത് ഫി ശമാലിൽ ഇഫ്രിഖിയ. ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ച ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനപ്പേരാണ് യഥാർത്ഥത്തിൽ വഹാബിയ എന്ന് പറയുന്നത്. 2-ാം നൂറ്റാണ്ടിൽ ഫിൽ ഖർനിസ്ഥാനി അൽ ഹിജ്രി, ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ അലായിദി അബ്ദുൽ വഹാബ് ബിൻ റുസ്തും, അബ്ദുൽ വഹാബ് ബിൻ റുസ്തുമിൻ്റെ പേരിൽ അറിയപ്പെട്ട ദുസമ്മ, അവരാണ് യഥാർത്ഥത്തിൽ അൽ വഹാബിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. കഫറഹും കസീറും മിൻ ഉലമാഇ അഹ്ലിൽ മഗ്രിബി അല്ലദീന തുവഫു ഖബ്ല അൻ യൂലദ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിമിആത്തി സിനീൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ മഗ്രിബിലെ പണ്ഡിതന്മാരെ കാഫിറാക്കിയ, ഈ ആളുകളെ കാഫിറാക്കിയ ഈ ജനങ്ങൾ, ഏത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ മരിച്ചുപോയ ആളുകൾ, ആ ആളുകളെ പറ്റിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് വഹാബികൾ എന്ന് പറയുന്നത്. ഫലമ്മ അദ്ഹറല്ലാഹു അഷ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അലാ അഖീദത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ ഖായിമൻ ബിദ്ദഅവത്തിൽ ഇസ്ലാഹിയ്യ. ഇസ്ലാഹി പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് രംഗപ്രവേശം നടത്തിയപ്പോൾ വന്നപ്പോൾ ഫസഹിബു ഹാദിഹി നിസ്ബ അൽ വഹാബിയ അലാ സബീലി മുആലത്തത്തിൽ മാക്കിറ ഇലാ ദഅവത്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പേരിലേക്ക് കുതന്ത്രപരമായി ഈ നിസ്ബ ചേർക്കുകയാണ്. ഈ പേര് വഹാബി പ്രസ്ഥാനം എന്ന നിലക്ക് ചേർക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് എന്നാണ്. ആലോചിച്ച് നോക്കിയേ, എന്തിനു വേണ്ടി? ലിതൻഫീരിൻ നാസി അൻഹാ, ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുവാൻ വേണ്ടി. മനസ്സിലാക്കേണ്ടതാണ്, ജനങ്ങളെ അകറ്റുവാൻ വേണ്ടി. വസദ്ദിഹിം അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി. പിന്നീട് യഥാർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഉസ്മാനിയ, അക്കാലത്തെ തുർക്കികൾ, അത്താതുർക്കിൻ്റെ കാലത്തുള്ള തുർക്കികൾ, അതാണ് യഥാർത്ഥത്തിൽ ഉസ്മാനിയ ഭരണകൂടത്തിലുണ്ടായിരുന്ന ആളുകൾ. അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണം നടത്തിവിട്ടത്. തുർക്കികൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ ശക്തമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശത്രുതയോടെയുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഅദ് അശ്ശുഅരി നമ്മുടെ മജ്ലത്തുൽ ബുഹൂത്തുൽ ഇസ്ലാമിയയിൽ വന്ന ചില ഇബാറത്തുകളും ഈ വിഷയത്തിൽ തന്നെ വന്നത് നമുക്ക് കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ആര്? വഹാബി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ വഹാബ് ബിൻ റുസ്തും. ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഈ വഹാബ് എന്ന പേര് പോലും യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നിസ്ബ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ചേർച്ചയെങ്കിലും വേണ്ടേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്നത്, വഹാബി എന്ന് പറയുമ്പോൾ മുഹമ്മദിലേക്കാണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത്. മുഹമ്മദിലേക്ക് ചേർക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ എന്താ, റസൂലുള്ളാഹിയിലേക്ക് ചേർന്ന് പോകും ചിലപ്പോൾ. അതുകൊണ്ടാണ് വഹാബി എന്ന് തന്നെ അവർ പറയാൻ തന്നെ കാരണം. ആകട്ടെ, യഥാർത്ഥത്തിലുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1115, ഏകദേശം 322 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഞാൻ ചുരുക്കി പറയാം. അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവായ സുലൈമാൻ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു വന്ന് റിയാദിനടുത്ത് ഒയ്യനയിൽ ജീവിച്ച് അതിനുശേഷം
അതിനുശേഷം മദീനയിൽ 10-ാമത്തെ വയസ്സിന് മുമ്പ് ഹാഫിളായി മദീനയിലെ പണ്ഡിതന്മാരുടെ അടുക്കൽ വന്ന് പഠിച്ച് ബസറയിലും സിറിയയിലുമൊക്കെ പഠനത്തിന് വേണ്ടി പോവുകയും പിൽക്കാലത്ത് അതിനുശേഷം പഠനങ്ങളും പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളോട് പകർന്നു കൊടുക്കുക എന്ന അദ്ദേഹത്തിൻ്റെ കൃത്യമായ വല്ലാത്ത ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ശേഷം ഈ ദഅവാപ്രവർത്തനം നടത്തിയപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അൽഹസയിലെത്തിയപ്പോൾ പ്രയാസങ്ങൾ അനുഭവിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഉയൈനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രയാസങ്ങൾ അനുഭവിച്ചു. പിന്നെ അതേപോലെ തന്നെ റിയാദിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പ്രബോധനം നടത്തിയപ്പോൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അന്നത്തെ നാട്ടുരാജാക്കന്മാർക്കിടയിൽ കൃത്യമായ അവബോധം നൽകി, ദഅവത്ത് നടത്തി, പ്രബോധനം നടത്തി. ഇങ്ങനെ ഒരുപാട് കൃത്യമായ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. 20 കിലോമീറ്ററോളം ചുറ്റളവുള്ള ഉയൈന എന്ന പ്രദേശത്തിൽ വളർന്നു വന്ന് അവിടെ ദറസുകൾ നടത്തി. പിന്നീട് 2000-ലധികം കിലോമീറ്റർ ചുറ്റളവിലുള്ള സൗദി അറേബ്യ എന്ന വലിയ ഒരു രാജ്യത്തിൻ്റെ ഈ ഇന്ന് കാണുന്ന ആ ഒരു വലിയൊരു പ്രദേശത്തിൻ്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ നൽകുന്ന, ലോകത്ത് കൃത്യമായി ദഅവത്ത് നടത്താൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാക്കി മാറിയത് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മഹാരഥൻ്റെ, ചരിത്രപുരുഷൻ്റെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ നിലയ്ക്ക് പിന്നീട് ഇങ്ങനെ വരുന്നത്, ഇന്ന് ഇങ്ങോട്ട് ആലോചിക്കുക, ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ജാക്കിർ നായിക്കിനെ കുറിച്ച് വിശദീകരിച്ചല്ലോ ഇവിടെ. ജാക്കിർ നായിക്ക് അതേപോലെയുള്ള ഒരുപാട് ആളുകളെ സത്യത്തിൽ ഈ നിലക്കുള്ള തീവ്രവാദ പേരിൽ ആക്രമിക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ആളുകൾ മേക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ വിശദീകരിക്കേണ്ടതില്ല. IS എന്താണ് എന്നതും ISൻ്റെ പ്രവർത്തനം എന്താണ് എന്നതും. IS സലഫികളാണത്രേ. എങ്ങനെ കൂട്ടരെ ഒരു കൃത്യമായി വിശുദ്ധ ഖുർആനും സുന്നത്തും അനുധാവനം ചെയ്ത് അതിനനുസരിച്ച് ജീവിച്ച് പ്രവർത്തിക്കുന്ന ഒരുത്തനെ എങ്ങനെ തീവ്രവാദിയായി കാണാൻ പറ്റും? ഒരിക്കലും തീവ്രവാദിയായ ഒരുത്തൻ മുസ്ലിമാകാൻ കഴിയില്ല, മുസ്ലിമായ ഒരുത്തനും തീവ്രവാദിയാകാൻ കഴിയില്ല. സലഫികൾക്കൊരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല, തീവ്രവാദിക്ക് ഒരിക്കലും സലഫിയാകാനും കഴിയില്ല. ഇന്ന് നമ്മുടെ ഉസാമ ബിൻ ലാദൻ മരിച്ചുപോയി. ഉസാമ ബിൻ ലാദൻ അയാൾ സലഫിയാണത്രേ. സൗദി അറേബ്യയുടെ പൗരത്വം പോലും നിഷേധിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഏത്? സലഫി രാജ്യമായ സൗദി അറേബ്യയുടെ പൗരത്വം പോലും നിഷേധിച്ച ഒരാളാണത്രേ സലഫി. ഇങ്ങനെ IS എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഈ നിലക്കുള്ള ഒരു ശ്രമം തന്നെയാണ് നമ്മുടെ ജാക്കിർ നായിക്കിൻ്റെ പേരിലും ഢാക്കയിൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ നടന്ന് മാധ്യമത്തിലൂടെ നിരന്തരമായി വായിച്ച ആളുകൾ എന്ന നിലക്ക് ഞാൻ അതിലേക്കൊന്നും ഈ സമയം അതിക്രമിച്ച നേരത്തെ കടക്കുന്നില്ല. സത്യത്തിൽ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് തീവ്രവാദിയാകുവാൻ കഴിയില്ല. ഖുർആനും സുന്നത്തും കൃത്യമായി പഠിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തീവ്രവാദിയുമല്ല. അത് ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, പ്രവാചകന്റെ സുന്നത്തിനെ അത് കൃത്യമായി പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ എങ്ങനെയാണ് തീവ്രവാദി? ഒരാൾ താടി വെച്ചാൽ തീവ്രവാദിയാണത്രേ. നെരിയാണിയുടെ മേലെ വസ്ത്രം ഉടുത്താൽ അവൻ തീവ്രവാദിയാണത്രേ. ഇത് ചില അടയാളങ്ങളാക്കി കാണുകയും, നമുക്കറിയാം എത്രയോ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇവിടെ കാണാം, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ക്ലീൻ ഷേവ് ചെയ്ത് പോകുന്നവരെ കാണാം. കാരണം എന്താ? താടി വെച്ചാൽ അവിടെ പ്രശ്നമാണ്. എയർപോർട്ടിൽ ഇറങ്ങിയാൽ വീട്ടിലേക്കല്ല കൊണ്ടുപോകുക. ആലോചിച്ച് നോക്കിയേ, എന്തേ പ്രശ്നം? താടിയാണത്രേ. രോമമാണോ കൂട്ടരെ പ്രശ്നം? രോമമാണോ പ്രശ്നം? ക്രോമസോമിൻ്റെ അളവിനനുസരിച്ച് രോമം വളരും. അതൊരു തീവ്രവാദമായി കാണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. മൂഢത്വമല്ലേ, വിഡ്ഢിത്തമല്ല ഇതൊക്കെ? അല്ലേ? സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവൻ താടി വെക്കും, അവൻ വസ്ത്രം അതിൻ്റെ കൃത്യമായി ധരിക്കും. ആരാധനാ കർമ്മങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ കൃത്യനിഷ്ഠതയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അത് പ്രവാചകന്റെ സുന്നത്താ. അതിനൊരിക്കലും തീവ്രവാദമായി ഒരിക്കലും കാണാൻ പറ്റില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണം യഥാർത്ഥത്തിൽ ബഹുമാനനായ നമ്മുടെ ഉമർ ഫൈസിയുടെ സംസാരത്തിലൂടെ അത് പൂർണ്ണമാകും. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും
വ്യവച്ഛേദിച്ച് പഠിക്കുവാനും നമ്മൾ സന്നദ്ധരാവുക. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുവാനുമുള്ള ഒരു വിവരം നമ്മൾ ആർജിച്ചെടുക്കുകയും അത് ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.